പെരിഞ്ഞനം കൊറ്റംകുളത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയടഞ്ഞു. കൊമ്പൻ മാറാടി ശ്രീ അയ്യപ്പനാണ് അടഞ്ഞത്. ആളപായമില്ല. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനമെന്ന് ആക്ഷേപം. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കഴകക്കാരനായി നിയമിച്ച യുവാവിനെ ജോലിയിൽ നിന്ന് മാറ്റി. കൊടുങ്ങല്ലൂരിൽ നഗരമധ്യത്തിലെ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ യുവാവിന്റെ ആക്രമണം. മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ DCBക്ക് ലഭിച്ചു. സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകും. PM കിസാൻ യോജന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത നിരവധി പേരുടെ പണം നഷ്ടപ്പെട്ടതായി പരാതി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും. ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടുവാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. ആറാട്ടുപുഴ പൂരം പന്തലുകളുടെ കാൽനാട്ടൽ നടന്നു. ഏപ്രിൽ 9-നാണ് ആറാട്ടുപുഴ പൂരം. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പെരിഞ്ഞനം കൊറ്റംകുളത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയടഞ്ഞു. കൊറ്റംകുളം വൻപറമ്പിൽ പട്ടശ്ശേരി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊണ്ടുവന്ന കൊമ്പൻ മാറാടി ശ്രീ അയ്യപ്പനാണ് ഇടഞ്ഞത്. ക്ഷേത്രപറമ്പിൽ തളച്ചിരുന്ന ആന എഴുന്നള്ളിപ്പ് തുടങ്ങുന്നതിന് മുൻപ് ഇടയുകയായിരുന്നു. ഇടഞ്ഞോടിയ ആനയെ പാപ്പാന്മാർ ചേർന്ന് ഉടൻ തന്നെ തളച്ചു. ചരിത്രത്തിലാദ്യമായി കഴകം പ്രവർത്തിക്ക് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തിയ ഈഴവ സമുദായത്തിൽ നിന്നുള്ളയാളെ തന്ത്രിമാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഓഫീസ് ജോലികൾക്കായി മാറ്റിയതായി ആക്ഷേപം. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ എഴുതി പാസായി നിയമനം ലഭിച്ച തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ബാലുവിനെയാണ് താൽക്കാലികമായി കഴകം പ്രവൃത്തിയായ ക്ഷേത്രത്തിലെ മാലകെട്ടലിൽ നിന്നും മാറ്റി ഓഫീസ് ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. ബാലു ജോലിക്ക് പ്രവേശിച്ച നാൾ മുതൽ തന്ത്രിമാർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് എത്താതെ പ്രതിഷേധത്തിലായിരുന്നു. വാര്യർ സമാജം ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള ശുദ്ധികർമ്മങ്ങൾക്ക് തന്ത്രിമാർ തടസ്സം വരുത്തുമെന്നത് മുന്നിൽ കണ്ട് കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇതു സംബന്ധിച്ച് നൽകിയ കേസിൽ വിധി വരുന്നതുവരെ കഴക പ്രവൃത്തിയിൽ നിന്നും ഇയാളെ മാറ്റി നിർത്തിയതെന്നാണ് ലഭിക്കുന്ന സൂചന. പകരം പിഷാരടി സമുദായത്തിൽ നിന്നൊരു അംഗത്തിനാണ് മാല കെട്ടുന്ന ചുമതല നൽകിയിരിക്കുന്നത്. ജോലിക്ക് കയറിയ നാൾ മുതൽ ബാലുവിന് ക്ഷേത്രത്തിലെ തന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഭ്രഷ്ട് കൽപ്പിച്ചതുപോലുള്ള പെരുമാറ്റത്തെ തുടർന്ന് രാജിവെച്ച് പോകുവാൻ പോലും തയ്യാറായിരുന്നതായാണ് വിവരം. പിന്നീട് പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ബഹിഷ്കരിക്കുമെന്ന തന്ത്രിമാരുടെ ഭീഷണിക്ക് മുന്നിൽ തൽക്കാലം ഇദ്ദേഹത്തെ ഓഫീസ് ജോലിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ ഇത് ക്ഷേത്രത്തിൽ നടക്കുന്ന സാധാരണ ജോലിമാറ്റം മാത്രമാണെന്നാണ് ദേവസ്വം ബോർഡ് ചെയർമാൻ CK ഗോപിയുടെ വിശദീകരണം. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകം പ്രവർത്തിക്കായി ഈഴവ സമുദായത്തിലുള്ള വ്യക്തിയെ നിയമിച്ചതിനെതിരെ തന്ത്രിമാരുടെ പ്രതിഷേധത്തിനല്ല നിയമം നടപ്പിലാക്കുന്നതിനാണ് പ്രാമുഖ്യമെന്ന് ദേവസ്വം ചെയർമാൻ KA ഗോപി. വിഷയത്തിൽ നിയമനം നേടിയ തിരുവനന്തപുരം സ്വദേശിയായ ബാലു എന്നയാളെ മാറ്റണമെന്ന ആവശ്യവുമായി തന്ത്രി പ്രതിനിധികൾ ദേവസ്വത്തിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായ ദേവസ്വത്തിന് സർക്കാർ നിയമങ്ങൾ പാലിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും അവർക്ക് ആക്ഷേപമുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം എന്ന മറുപടിയാണ് ദേവസ്വം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. വർക്ക് അറേഞ്ച്മെന്റിന്റെ ഭാഗമായാണ് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയതെന്നും ദേവസ്വം ചെയർമാൻ വ്യക്തമാക്കി. തന്ത്രിമാര് അദ്ദേഹത്തിനെ നിയമിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് കത്ത് തന്നിരുന്നു. അതിന് തൃപ്തികരമായ രീതിയിലുള്ള മറുപടി തന്ത്രി പ്രതിനിധികൾക്ക് നൽകിയിട്ടുണ്ട്. സമയത്ത് തന്നെ സർക്കാർ ഉത്തരവ് പാലിക്കലാണ്, നടപ്പിലാക്കലാണ് ദേവസ്വം ബോർഡ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചുമതല. അതിൽ യാതൊരു മാറ്റില്ല എന്നവരെ അസന്ധിഗ്ധമായിട്ട് രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. അത് ഏത് സമയത്തും അഡ്മിനിസ്ട്രേറ്റർക്കും മാനേജ് കമ്മിറ്റിയെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും. ശ്രീനാരായണ ദർശനവേദി എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ക്ഷേത്രത്തിലേക്ക് മാർച്ച് നടത്തുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തികൾ ചെയ്തുവരുന്ന വാര്യർ സമുദായത്തിൽപ്പെട്ട കാര്യായ്മ കുടുംബങ്ങളുടെ സംരക്ഷണത്തിനായി ഏതറ്റം വരെ പോകുന്നതിനും വാര്യർ സമാജം രംഗത്തുണ്ടാകുമെന്ന് വാര്യർ സമാജം സംസ്ഥാന ട്രഷറർ ഗിരീഷ് മൂർഖനാട് പറഞ്ഞു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വാര്യർ സമുദായ അംഗങ്ങൾക്കാണ് സാധാരണ കാര്യായ്മ കഴകപ്രവൃത്തികൾ ഉണ്ടാവുക. കൂടൽമാണിക്യത്തിലും അതുതന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കഴകപ്രവൃത്തി ചെയ്തു വരുന്ന കാര്യായ്മ വാര്യർ സമുദായത്തിൽപ്പെട്ട കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഏതറ്റം വരെ പോകുന്നതിനും വാര്യർ സമുദായം തയ്യാറുമാണ്. ഇരിങ്ങാലക്കുടയിലത്തെ കേസിൽ വേണ്ടി വന്നതിന് ഹൈക്കോടതിയിൽ കക്ഷി ചേർന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ കാര്യായ്മ അവകാശം നേടിയെടുക്കാനായിട്ട് സമാജം എന്നും അതിൻ്റെ ഒപ്പം ഉണ്ടാവും.
കൊടുങ്ങല്ലൂരിൽ നഗരമധ്യത്തിലെ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ യുവാവിന്റെ ആക്രമണം. ചന്തപ്പുരയിൽ സെൻട്രോ മാളിന് സമീപത്തുള്ള ഫാർമ കെയറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇലഞ്ഞിക്കൽ ജോജോയെയാണ് ആക്രമിച്ചത്. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കസേരയിൽ ഇരിക്കുകയായിരുന്ന ജോജോയുമായി 3 യുവാക്കൾ സംസാരിച്ചതിനു ശേഷം പോകുന്നതും പിന്നീട് കൂട്ടത്തിലൊരാൾ മടങ്ങിവന്ന് ജോജോയെ ആക്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. സംഭവം നടന്ന ഉടനെ കൊടുങ്ങല്ലൂർ പോലീസിൽ വിവരം അറിയിച്ചുവെങ്കിലും വൈകിയാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്നും ആക്ഷേപമുണ്ട്. സൈബർ തട്ടിപ്പുകൾ വ്യാപകം. മൊബൈൽ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത കേബിൾ ഓപ്പറേറ്റർമാരുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് 70,000 രൂപ. ഓൺലൈൻ സേവനങ്ങളും ഇടപാടുകളും വർദ്ധിച്ചതോടെ തട്ടിപ്പുകളും ഹൈടെക്കായി മാറി. മൊബൈൽ ഫോണിൽ വന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതാണ് കിഴക്കേ വെള്ളാനിക്കര കോട്ടേപ്പാടം സ്വദേശി വടക്കുംപാടൻ നൈബിക്ക് വിനയായി മാറിയത്. PM കിസാൻ യോജന എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തതോടെ നൈബിയും ആപ്പിലായി മാറി. 70,000 രൂപയാണ് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതോടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായത്. PM കിസാൻ യോജന എന്ന് പറഞ്ഞിട്ട് ഒരു APK ഫയല് ആപ്പാണ്. അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളും അത് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തു. ജസ്റ്റ് ഒന്ന് തൊട്ട് അതൊന്ന് ഇൻസ്റ്റാൾ ആയുള്ളൂ. അതിനുശേഷം എനിക്ക് അതൊരു 5-ാം തീയതിയാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷം എനിക്ക് വേറെ മെസ്സേജുകൾ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇന്നലെ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ഒരു 12:30 ഞാൻ വർക്ക് കഴിഞ്ഞ് വന്ന് വീട്ടിൽ കയറുമ്പോഴാണ് അത് ഞങ്ങളുടെ ഒരു ജോയിൻ്റ് അക്കൗണ്ട് ആയിരുന്നു. ഒരു 12:30 ഇപ്പോൾ അതിലുണ്ടായിരുന്ന പൈസ കംപ്ലീറ്റ് വിഡ്രോ ചെയ്യുന്നുണ്ട്. എനിക്കൊരു മെസ്സേജ് വന്നു. കാനറ ബാങ്കിലായിരുന്നു. അത് 70,000 രൂപ അതിലുണ്ടായിരുന്നത്. 70,000 രൂപയും മൊത്തമായിട്ട് ഒറ്റ ട്രാൻസാക്ഷൻ കൂടി തന്നെ കംപ്ലീറ്റ് പിൻവലിച്ചു. ഈ മാസം 5-ാം തീയതിയായിരുന്നു സംഭവം. അവധി ദിവസത്തിലായിരുന്നു പണം നഷ്ടപ്പെട്ടത്. മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലും നൈബി പരാതി നൽകിയിട്ടുണ്ട്. PM കിസാൻ യോജന എന്ന ആപ്പ് മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത നിരവധി പേരാണ് തട്ടിപ്പിനിരയായതെന്നാണ് വിവരം. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് ആനയോട്ടവും കൊടിയേറ്റവും തിങ്കളാഴ്ച നടക്കും. കുംഭത്തിലെ പൂയനാളിൽ സ്വർണ്ണധ്വജത്തിൽ സപ്തവർണ്ണ കൊടി ഉയരുന്നതോടെ ഗുരുഭവനപുരി 10 ദിവസം ഭക്തിയിലാറാടും. തിങ്കളാഴ്ച രാവിലെ ആനയില്ല ശീവേലിയോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകുക. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിക്കാനാണ് ആനയില്ല ശീവേലിയും ആനയോട്ടവും. ദിവസവും ആനപ്പുറത്തേറി എഴുന്നള്ളുന്ന ഗുരുവായൂരപ്പൻ ഉത്സവ കൊടിയേറ്റ ദിവസം ആനയില്ലാതെയാണ് എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കുക. കീഴ്ശാന്തി നമ്പൂതിരി തിടമ്പ് കൈകളിലേന്തി 3 പ്രദക്ഷിണം നടന്ന് ശീവേലി പൂർത്തിയാക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിൽ നിന്നാണ് ആനകളെ അയച്ചിരുന്നത്. ക്ഷേത്രത്തിന്റെ ഉടമയായിരുന്ന സാമൂതിരിയുമായുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കൊച്ചി രാജാവ് ഒരിക്കൽ ആനകളെ അയച്ചില്ല. ആന ഇല്ലാത്തതിന്റെ മനോവിഷമത്തിൽ ഭക്തർ മനമുരുകി പ്രാർത്ഥിച്ചുവെന്നും ഈ സമയം തൃക്കണ്ണാമതിലകം ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് അണിയിച്ചൊരുക്കി നിർത്തിയിരുന്ന ആനകൾ കുടമണികൾ കിലുക്കി ഗുരുവായൂരിലേക്ക് ഓടിയെത്തി എന്നുമാണ് ഐതിഹ്യം. ഈ ഐതിഹ്യത്തിന്റെ പെരുമയിലാണ് ഉത്സവ കൊടിയേറ്റ ദിവസം ഇന്നും ആനയില്ലാതെ ശീവേലിയും ആനയോട്ടവും നടത്തുന്നത്. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. വിദേശികളടക്കം ആയിരങ്ങളാണ് ആനയോട്ടം വീക്ഷിക്കാനെത്തുക. തിരക്ക് കണക്കിലെടുത്ത് പോലീസ് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ആനയോട്ടത്തിന് ശേഷം രാത്രി തന്ത്രി നമ്പൂതിരിപ്പാട് കൊടിയേറ്റവും നിർവഹിക്കും. ദീപാരാധന കഴിഞ്ഞ് ആചാര്യവരണത്തിനു ശേഷമാണ് കൊടിയേറ്റം. 8-ാം വിളക്ക് ദിവസമായ 17-ന് ഉത്സവ ബലിയും 18-ന് പള്ളിവേട്ടയും നടക്കും. 19-ന് രാത്രി ആറാട്ടോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടുവാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. ബാലു, ചിന്താമരാക്ഷൻ, ദേവി എന്നീ ആനകളെയാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. ദേവദാസ്, നന്ദൻ എന്നീ ആനകൾ കരുതലായി ഉണ്ടാകും. 10 ആനകളാണ് ആനയോട്ട ചടങ്ങിൽ പങ്കെടുക്കുക. തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. ആദ്യം ഓടിയെത്തി ക്ഷേത്രമതിൽ കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. കിഴക്കേ നടയിൽ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ കണ്ണൂർ സ്വദേശി കരുവാന്റെ വളപ്പിൽ ജിതേഷിന്റെ മകൾ ആൻവിയ എന്ന ബാലികയാണ് നറുക്കെടുത്തത്. കുട്ടിക്കും രക്ഷിതാക്കൾക്കും ദേവസ്വം ആചാരപൂർവ്വം സ്വീകരണം നൽകി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ M രാധ, ആനപ്രേമി സംഘം പ്രസിഡന്റ് KP ഉദയൻ, സജീവൻ നമ്പിയത്ത്, ജയൻ ആലാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു.
ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളുടെ ഭാഗമായ കലശ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് ഗുരുവായൂരപ്പന് സഹസ്ര കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്തു. ശീവേലി, പന്തീരടി പൂജ എന്നിവയ്ക്ക് ശേഷം പൂജ ചെയ്ത് ചൈതന്യപൂരിതമാക്കിയ 975 വെള്ളിക്കുംഭങ്ങളും 26 സ്വർണ്ണക്കുംഭങ്ങളും കീഴ്ശാന്തിമാർ ശ്രീലകത്തെത്തിച്ചു. വാദ്യത്തിന്റെ അകമ്പടിയോടെ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരി ആദ്യം 1000 കലശം അഭിഷേകം ചെയ്തു. തുടർന്ന് വിശേഷ വാദ്യങ്ങൾ മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം എന്നിവയുടെ അകമ്പടിയിൽ മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ബ്രഹ്മകലശം എഴുന്നള്ളിച്ചു. ശാന്തിയേറ്റ കീഴ്ശാന്തി മുളമംഗലം ഹരിനമ്പൂതിരി കർക്കരി കലശവും ഓദിക്കൻ കക്കാട് വാസുദേവൻ നമ്പൂതിരി കുംഭേശ കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു. തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരി ആദ്യം കുംഭേശ കലശവും പിന്നീട് ബ്രഹ്മകലശവും ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ബ്രഹ്മകലശ അഭിഷേകത്തിന് ശേഷം തന്ത്രി ഉച്ചപൂജയും നിർവഹിച്ചു. ബ്രഹ്മകലശ അഭിഷേകത്തോടെ 8 ദിവസം നീണ്ടുനിന്ന കലശ ചടങ്ങുകൾക്ക് സമാപനമായി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗം സി മനോജ്, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാൻ കൈതവളപ്പിന് സമീപം ഉയർത്തുന്ന തേവർ പന്തലിനും ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയ്ക്ക് സമീപമൊരുക്കുന്ന തേവർ സ്വീകരണ പന്തലിനും കാൽനാട്ടി. ക്ഷേത്രം മേൽശാന്തി കൂറ്റമ്പിള്ളി പത്മനാഭൻ നമ്പൂതിരി ഭൂമിപൂജ നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ്, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് AA കുമാരൻ, K രാജീവ് മേനോൻ, മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ദേശക്കാർ, പൂരം പങ്കാളി ക്ഷേത്ര ഭാരവാഹികൾ, ആറാട്ടുപുഴ ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് കാൽനാട്ട് കർമ്മം നിർവഹിച്ചത്. പ്രസിഡന്റ് രവി ചാക്കോത്ത്, സെക്രട്ടറി K രഘുനന്ദനൻ, ട്രഷറർ U അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് PR പവിദാസ്, ജോയിന്റ് സെക്രട്ടറി മധു മംഗലത്ത്, ഓഡിറ്റർ KK വേണുഗോപാൽ എന്നിവർ ഭാരവാഹികളായ ആറാട്ടുപുഴ ഉത്സവാഘോഷ കമ്മിറ്റി കാൽനാട്ടൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വളരെ നല്ല രീതിയിൽ ഈ വർഷവും പൂരം നടത്തുന്നതിനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളും നടന്നു വരികയാണ്. ദേവസ്വം ബോർഡും ക്ഷേത്ര സമിതികളും അതുപോലെ പൂരം ആഘോഷ കമ്മിറ്റിയും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ വർഷവും വളരെ ഭംഗിയായിട്ട് പൂരം നടത്തുന്നതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടന്നു വരികയാണ്. ആനയെഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിലായാലും സമയക്രമവും എല്ലാം കൃത്യമായി പാലിക്കുന്ന രീതിക്കുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് ഇത്തവണ നടന്നു വരുന്നത്. M കൃഷ്ണകുമാർ ആറാട്ടുപുഴയാണ് 2 ബഹുനില വർണ്ണപ്പന്തലുകളുടെ നിർമ്മാണം നടത്തുന്നത്. തേവർ പന്തലിന്റെ ദീപാലങ്കാരം തിരൂർ ക്ലാസിക് സൗണ്ടിന്റെ ഗോപാലകൃഷ്ണനും, തേവർ സ്വീകരണ പന്തലിന്റെ ദീപാലങ്കാരം പാവറട്ടി CJ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ജൻസനുമാണ് നിർവഹിക്കുന്നത്. കൊടിയേറ്റം ഏപ്രിൽ 3-നും തിരുവാതിരവിളക്ക് ഏപ്രിൽ 5-ന് പുലർച്ചെയും, പെരുവനം പൂരം ഏപ്രിൽ 6-നും, ആറാട്ടുപുഴ തറക്കൽ പൂരം ഏപ്രിൽ 8-നും, ആറാട്ടുപുഴ പൂരം ഏപ്രിൽ 9-നുമാണ്. TC വിനോസ്, തൃശൂർ. കാലിന് പരിക്കുള്ള ഏഴാറ്റുമുഖം ഗണപതിയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടതായി വനം വകുപ്പ്. ശനിയാഴ്ച വൈകിട്ട് വെട്ടിലപ്പാറ 13-ലെത്തിയ ആന കൂടുതൽ വേഗതയിൽ നടക്കുകയും ആവശ്യത്തിന് തീറ്റിയെടുക്കുകയും ചെയ്തു. ഇതിനിടെ മണ്ണുത്തി വെറ്ററിനറി കോളേജിലെ ഡോക്ടർ റെജിനും സംഘവും നിരീക്ഷിക്കാൻ എത്തിയിട്ടുണ്ട്. ശനിയാഴ്ച ഇവർക്ക് ആനയെ കണ്ടെത്താനായില്ല. പുഴയുടെ മറുകരയിലെ പ്ലാന്റേഷൻ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധന. നിലവിലെ സാഹചര്യത്തിൽ ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നത് തൽക്കാലം ഉണ്ടാകില്ലെന്ന് വാഴച്ചൽ DFO R ലക്ഷ്മി അറിയിച്ചു. വെറ്ററിനറി ഓഫീസർമാരുടെ റിപ്പോർട്ട് കൂടി ലഭിച്ചെങ്കിൽ മാത്രമേ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിടുകയുള്ളൂ. ഇതേസമയം ഡോക്ടർമാരുടെ നിരീക്ഷണം തുടരുകയും ചെയ്യും. അതിരപ്പള്ളിയിൽ വന്യജീവികളെ പ്രകോപിപ്പിക്കും വിധം ദൃശ്യങ്ങൾ പകർത്തുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി വനം വകുപ്പ്. റോഡരികിൽ മാർഗതടസ്സമുണ്ടാക്കി ചിത്രങ്ങൾ പകർത്താൻ ശ്രമിക്കുന്ന വിനോദസഞ്ചാരികൾക്കെതിരെയും പെറ്റി കേസെടുക്കുവാനും തീരുമാനമുണ്ട്. കഴിഞ്ഞ ആഴ്ച കാടിനകത്ത് കയറി മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയത് വിവാദമായിരുന്നു. ഇത്തരം സംഭവങ്ങൾ വ്യാപകമായതിനെ തുടർന്നാണ് വനം വകുപ്പ് നിയമ നടപടിക്കൊരുങ്ങുന്നത്. ദൃശ്യങ്ങൾ എടുക്കുന്നവരെ വന്യമൃഗങ്ങൾ ആക്രമിച്ചാലും വിമർശനം കേൾക്കേണ്ടി വരുന്നത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കാണെന്നും അതുകൊണ്ടാണ് നിയമങ്ങൾ കർശനമാക്കുന്നതെന്നും വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പറയുന്നു. യൂട്യൂബർമാരെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് വെറ്റിലപ്പാറയിലെ ജനകീയ പ്രതിരോധ സമിതിയും രംഗത്തെത്തിയിട്ടുണ്ട്. പ്ലാന്റേഷൻ തോട്ടത്തിൽ കയറി കുളിക്കടവിലെ ദൃശ്യങ്ങൾ പകർത്തുന്ന സംഭവങ്ങളും ഉണ്ടായതായി സമിതി പ്രവർത്തകർ പറയുന്നു. ഇതിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. വെറ്റിലപ്പാറയിൽ വീട്ടിലെത്തിയ കാട്ടാനയെ വിരട്ടി ഓടിക്കുന്നതിനിടെ പടക്കം പൊട്ടി മലയോര കർഷകന് പരിക്കേറ്റു. ചിക്ലായിലെ ഞെറളക്കാട് ജോസഫിന്റെ കൈപ്പത്തിക്കാണ് പരിക്കേറ്റത്. ഇയാളെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ മുന്നിലെത്തിയ കാട്ടാനയെ ഓടിക്കുന്നതിനാണ് ജോസഫ് പടക്കം പൊട്ടിച്ചത്. പടക്കം കയ്യിലിരുന്ന് പൊട്ടിയാണ് പരിക്കേറ്റത്. ഗുരുവായൂർ പേരകത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 8 കോഴികൾ ചത്തു. മല്ലാട് കൂവക്കാട്ടിൽ ഷംസുദ്ദീന്റെ വീട്ടിലെ കോഴികളാണ് ചത്തത്. വീടിനോട് ചേർന്ന് ഇരുമ്പ് വല കൊണ്ട് നിർമ്മിച്ച കൂട്ടിലായിരുന്നു കോഴികൾ. വല മുറിച്ച നിലയിലായിരുന്നു. കൂട്ടിലുണ്ടായിരുന്ന 2 താറാവുകളെ ആക്രമിച്ചിട്ടില്ല. മേഖലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു.
പത്മശ്രീ ലഭിച്ച ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം മുഖ്യരക്ഷാധികാരി സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് CS വൈദ്യനാഥന് പൌരസ്വീകരണം നൽകി. വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല ഹാളിൽ നടന്ന സ്വീകരണം നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി, വടക്കാഞ്ചേരി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ, ഉത്രാളിക്കാവ് പൂരം ചീഫ് കോർഡിനേറ്റർ V സുരേഷ് കുമാർ, കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാർ, എങ്കക്കാട് ദേശം പ്രസിഡന്റ് TP ഗിരീശൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം ജനറൽ സെക്രട്ടറി PN വൈശാഖ്, ജനറൽ കൺവീനർ PK രാജേഷ്, PN രാജൻ, VV ഫ്രാൻസിസ്, വേണുഗോപാൽ അണ്ടങ്ങാട്ട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിന് സമീപം നടത്തിയിരുന്ന പുകയില മുറുക്കാൻ കച്ചവടം എക്സൈസ് വകുപ്പ് നിർത്തിവെപ്പിച്ചു. ബസ് സ്റ്റോപ്പിന് സമീപം കച്ചവടം നടത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളി കുട്ടികൾക്ക് പുകയില നൽകുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വടക്കാഞ്ചേരി എക്സൈസ് പരിശോധന നടത്തിയത്. കച്ചവടക്കാരന്റെ കയ്യിൽ യാതൊരുവിധ തിരിച്ചറിയൽ കാർഡ് ഇല്ല എന്ന് കണ്ടെത്തി. തുടർന്ന് വിൽപ്പന നിർത്തിവെക്കുവാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ചിറ്റണ്ട പൂങ്ങോട് നിയന്ത്രണം വിട്ട കാർ റോഡിന് സമീപത്തെ താഴ്ന്ന പ്രദേശത്തേക്ക് ഇറങ്ങി മരത്തിലിടിച്ചു നിന്നു. ചിറ്റണ്ട വരവൂർ പാതയിൽ നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കാണ് ഓടിയിറങ്ങിയത്. കാർ മറിയാതിരുന്നതിനാൽ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ സ്വദേശികളാണ് കാറിൽ യാത്ര ചെയ്തിരുന്നത്. അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു ഇവർ. വധശ്രമ കേസിൽ രണ്ടുപേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി കാരനാട്ട് വീട്ടിൽ മണിയൻ എന്ന് വിളിക്കുന്ന ശ്രീജിത്ത്, കയ്പമംഗലം ഐരൂർ സ്വദേശി ചന്ദ്രപുരയ്ക്കൽ വീട്ടിൽ കോക്കാൻ എന്ന് വിളിക്കുന്ന വിനീഷ് എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി ഏറാട്ട് വീട്ടിൽ സുരേഷിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പെരിഞ്ഞനം കൊറ്റംകുളം ഏറാട്ട് കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുണ്ടായ തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ KS സൂരജ്, ഹരിഹരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീശൻ, ഗിൽബർട്ട്, ജേക്കബ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഡെൻസ്മോൻ, അനന്തു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചാലക്കുടി ടൗണിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന യുവതിയെ ശല്യപ്പെടുത്തിയ സംഭവത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഛത്തീസ്ഗഡ് സ്വദേശി ലകേഷ് കുമാറിനെയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK സജീവ്, സബ് ഇൻസ്പെക്ടർ N പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ ലകേഷ് കുമാർ കഴിഞ്ഞ 2 വർഷമായി മുരിങ്ങൂരിൽ താമസിച്ചു വരികയായിരുന്നു. ആമ്പലൂരിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആമ്പലൂർ സ്വദേശി പ്രിൻസ്, കുരിയച്ചിറ സ്വദേശി രോഹിത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ആമ്പലൂർ സിഗ്നൽ ജംഗ്ഷനിലുള്ള ഓട്ടോപേട്ടയിൽ വെച്ച് ഓട്ടോ ഡ്രൈവർ ആമ്പലൂർ എരിപ്പോട് സ്വദേശി ആമ്പലി കളരിക്കൽ വീട്ടിൽ രമണനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പ്രിൻസിനെ കോഴിക്കോട് നിന്നും രോഹിത്തിനെ പെരുമ്പാവൂരിൽ നിന്നുമാണ് പിടികൂടിയത്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ ലാലു, ഫിറോഷ് തുടങ്ങിയവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത് സംഘത്തിലുണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന പുസ്തകോത്സവത്തിന് തുടക്കമായി. നഗരസഭാ വായനശാല അങ്കണത്തിൽ ആരംഭിച്ച പുസ്തകോത്സവം നോവലിസ്റ്റ് C രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമനം വേണ്ടെന്ന് വാദിക്കുന്നവരാണ് അറിവിനെ പേടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, MC സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 20 നടക്കുന്ന സമാപന സമ്മേളനം കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രോത്സവം സംഘടിപ്പിക്കണം തീരുമാനിച്ചു. ആളുകളെ കണ്ടെത്തി ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സമാപനം കുറിച്ച് ആറാട്ട് നടന്നു. ക്ഷേത്രത്തിൽ നിന്ന് മന്ദാരപ്പള്ളിയിലേക്ക് ആറാട്ട് എഴുന്നള്ളിപ്പിലും തുടർന്ന് മന്ദാരക്കടവിൽ നടന്ന ആറാട്ടിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തുടർന്ന് അന്നദാനവും ഉണ്ടായി. ക്ഷേത്ര ഭാരവാഹികളായ സുനിൽകുമാർ, കൈമാപ്പറമ്പിൽ സെക്രട്ടറി ശ്രീധരൻ കളരിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. 3 കിലോമീറ്റർ മാരത്തോണിൽ ആദ്യാവസാനം പങ്കെടുത്ത് 2 വയസ്സുകാരി ഹേസൽ ഷിറിൻ. കൈപ്പമംഗലം 3 മേടിക മതിലകത്ത് വീട്ടിൽ പ്രവാസിയായ അബ്ദുൽ ഖാദറിന്റെയും നസീമയുടെയും മകളായ ഹേസൽ ഷിറിനാണ് മറൈൻ ഡ്രൈവിൽ നടന്ന മാരത്തോണിൽ ആദ്യാവസാനം പങ്കെടുത്ത് ശ്രദ്ധേയമായത്. ഭരണഘടനയെ സംരക്ഷിക്കുക എന്ന സന്ദേശവുമായി എറണാകുളം ഗവൺമെന്റ് ലോ കോളേജ് യൂണിയനും ഓറഞ്ച് ക്ലബ്ബും സംയുക്തമായാണ് മറൈൻ ഡ്രൈവിൽ മാരത്തോൺ സംഘടിപ്പിച്ചത്. മാതാവ് നസീമയും സഹോദരി നിയ ഷിറിൻ തുടങ്ങിയ കുടുംബാംഗങ്ങളും ഹേസലിനൊപ്പം മാരത്തോണിൽ പങ്കെടുത്തു.
ജില്ലയിലെ പ്രമുഖ കായലോര വിനോദസഞ്ചാര കേന്ദ്രമായ പുള്ളിൽ 1 കോടി രൂപയിലേറെ വികസന പ്രവർത്തനത്തിനൊരുങ്ങി ചാഴൂർ പഞ്ചായത്ത്. ടൂറിസം വകുപ്പുമായി കൈകോർത്താണ് പുള്ള് വിനോദസഞ്ചാര കേന്ദ്രം വികസന കുതിപ്പിന് ഒരുങ്ങുന്നത്. കായലോര സൗന്ദര്യവും ജലസവാരിയും തട്ടുകട രുചി വൈവിധ്യവും ആസ്വദിക്കാനായി നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന പുള്ള് മനക്കൊടി പാലം പരിസരത്താണ് 82,62,000 രൂപയുടെ പുള്ള് കോൾപ്പടവ് ടൂറിസം പദ്ധതിക്ക് ഭരണാനുമതിയായിരിക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടപ്പിലാക്കുന്ന ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയുടെ ഭാഗമായി ടൂറിസം വകുപ്പിന്റെ 50 ലക്ഷം രൂപയും ചാഴൂർ പഞ്ചായത്തിന്റെ 32,62,700 രൂപയും ചേർത്താണ് പദ്ധതി നടപ്പാക്കുന്നത്. ചാഴൂർ പഞ്ചായത്തിൻ്റെ 2024-25 വർഷത്തെ പദ്ധതിയിൽ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് ഈ പുള്ള് ടൂറിസം സെൻറ്റർ എന്ന പ്രോജക്റ്റ്. ഇതിൽ വകയിരുത്തിയുള്ള ആകെ സംഖ്യ എന്ന് പറയുന്നത് 52,66,700 രൂപയാണ്. അതിൽ പരമാവധി വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന സംഖ്യ 50 ലക്ഷം രൂപയാണ്. ബാക്കി വരുന്ന 32,66,700 രൂപ പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ അതിൻ്റെ വികസന ഫണ്ട് ആണ്. ടൂറിസം വകുപ്പ് ഈ അടുത്ത ദിവസമാണ്, ഒരു 3 ദിവസം മുൻപാണ് അതിൻ്റെ അനുമതി നൽകിയത്. പുള്ള് മനക്കൊടി പാലം പരിസരത്ത് അന്തിക്കാട്ട് പടവിനോട് ചേർന്നുള്ള ഇറിഗേഷൻ കനാൽ ബണ്ടിലാണ് വികസന പദ്ധതി നടപ്പാക്കുക. ബണ്ട് വീതി കൂട്ടി ഇരുവശങ്ങളും കെട്ടി സംരക്ഷിച്ച് ഇരിപ്പിടങ്ങൾ സ്ഥാപിക്കുകയും ടൈൽ പാകുകയും ചെയ്ത് ഉദ്യാനവും ദീപാലങ്കാരവും ഒരുക്കി മനോഹരമാക്കുവാനാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. 1 വർഷത്തിനകം പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന് ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് TCVയോട് പറഞ്ഞു. KLDC ഉടമസ്ഥയിലുള്ള 3 മീറ്റർ വീതിയിലുള്ള സ്ഥലം വീതി കൂട്ടി ഒരു 100-150 മീറ്ററോളം സ്ഥലത്ത് നീളത്തിൽ അത്രയും ഭാഗത്ത് മണ്ണിട്ട് നികത്തി സൈഡ് കെട്ടി ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ആവശ്യമായ വിധത്തിലുള്ള ഇരിപ്പിടങ്ങളും അതിൻ്റെ ഒരു ഹാൻഡ് റെയിൽ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളും അതുപോലെ അലങ്കാര മുളച്ചെടികളും കൂടി വെച്ചുപിടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാലത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 23 ലക്ഷം രൂപ ചെലവഴിച്ച് ശുചിമുറിയും ടീ സ്നാക്ക് പാർലറും KLDCയുടെ അനുമതിയോടെ സ്ഥാപിക്കുവാനും ചാഴൂർ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചു കഴിഞ്ഞു. ജില്ലയിലെ പ്രമുഖ കായലോര വിനോദ കേന്ദ്രമായ പുള്ളിൽ 1 കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അനുമതിയായിരിക്കുന്നത്. പുള്ള് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്നും ക്യാമറാമാൻ സിബി പോട്ടോനോടൊപ്പം അഗസ്റ്റിൻ TCV ന്യൂസ്. ലഹരി മാഫിയയ്ക്കെതിരെ നടപടിയെടുക്കാതെ സർക്കാർ ഉറക്കം നടിക്കുന്നുവെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ചാവക്കാട് സെന്ററിൽ സംഘടിപ്പിച്ച നൈറ്റ് അലർട്ട് സമരപരിപാടി മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് PP അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തിരുവത്ത്, ജില്ലാ ലീഗ് ഭാരവാഹികളായ PV ഉമ്മർ കുഞ്ഞി, PK അബൂബക്കർ, MB ഷക്കീർ, KK ഹംസക്കുട്ടി, അസീസ് താണിപ്പാടം തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ വിശ്വാസം മുതലെടുത്ത് രാജ്യത്തെ വർഗീയമായി ഭിന്നിപ്പിക്കുകയാണ് BJP RSS പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ അഭിപ്രായപ്പെട്ടു. CPI മുല്ലശ്ശേരി ലോക്കൽ കമ്മിറ്റി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശ്വാസത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിരല്ലെന്നും മതാന്ധതയെ എതിർക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും CN ജയദേവൻ കൂട്ടിച്ചേർത്തു. MG രതീഷ് സമ്മേളനത്തിൽ അധ്യക്ഷനായി. CPI നേതാക്കളായ NK പ്രീതി, രാകേഷ് കണിയാമ്പറമ്പിൽ, NK സുബ്രഹ്മണ്യൻ, VR മനോജ്, സണ്ണി വടക്കൻ, CB സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ബഹുജന സംഗമം KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PD സജീവ് അധ്യക്ഷത വഹിച്ചു. മുൻ MLAയുമായ KNA ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സജയ് വയനപ്പള്ളി, CB അബ്ദുൾ സമദ്, EK മുഹമ്മദ് ഹാജി, അബ്ദുസമദ് അലുവത്തെരുവ്, DCC സെക്രട്ടറി അനിൽ പുളിക്കൽ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ മേനോൻ, MU ഉമറുൽ ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു. പോകണമെന്ന് പറയാൻ നമുക്ക് അർഹത വേണം. ആദ്യം മാള കുഴിക്കാട്ടുശ്ശേരി സാഹിതി ഗ്രാമികയുടെ പ്രതിമാസ പരിപാടിയിൽ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനെക്കുറിച്ച് ചർച്ച നടത്തി. ബാലകൃഷ്ണൻ അഞ്ചത്ത് അധ്യക്ഷനായി. നോവലിസ്റ്റ് E സന്തോഷ് കുമാർ പ്രഭാഷണം നടത്തി. സഹൃദയ കോളേജ് മലയാള വിഭാഗം മേധാവി ഡോക്ടർ സ്വപ്ന C കോമ്പാത്ത് നോവൽ അവതരണം നടത്തി. കവി ജോയ് ജോസഫ് അച്ചാണ്ടി, ജയപ്രകാശ് ഒളരി തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. കഥാകൃത്ത് തുമ്പൂർ ലോഹിതാക്ഷൻ, VR മനുപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു.
എരുമപ്പെട്ടി ത്വാഹ മസ്ജിദിൽ വഴിയാത്രക്കാരായ വനിതകൾക്ക് നമസ്കരിക്കുവാനുള്ള സൗകര്യമൊരുക്കി. പള്ളിയോട് ചേർന്നുള്ള ഹാളാണ് ഇതിനായി തയ്യാറാക്കിയത്. പന്തലിങ്ങൽ അഹമ്മദാണ് ഇതിനുവേണ്ട ധനസഹായം നൽകിയത്. മഹല്ല് ഖത്തീബ് അത്തി ബുഹ്റാൻ ബാഖവി പ്രാർത്ഥന നടത്തി തുറന്നു കൊടുത്തു. മഹല്ല് പ്രസിഡന്റ് അബ്ബാസ് കാരേങ്ങൽ, വൈസ് പ്രസിഡന്റ് KA ഫരീദ് അലി, ജോയിന്റ് സെക്രട്ടറി PM യൂസഫ്, ട്രഷറർ ഉല്ലാസ് മുഹമ്മദ് ബാഖവി, അസീസ് നാറാണത്ത്, ഫസലുർ റഹീം, മുത്തലിബ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. അവന്റെ അടുക്കൽ വലിയ മഖ്ബൂലായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിക്കൂട്ടങ്ങളെ എളവള്ളി പഞ്ചായത്ത് അധികൃതർ വെടിവെച്ചു കൊന്നു. 5 കാട്ടുപന്നികളെയാണ് കഴിഞ്ഞ ദിവസം വെടിവെച്ചു കൊന്നത്. ഇതോടെ പഞ്ചായത്ത് അതിർത്തിയിൽ 150-ൽ പരം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നതായി എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. തൃശൂർ ജില്ലയിലെ എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഒരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖലയായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ കാർഷിക വിളകളെല്ലാം നശിപ്പിക്കുന്ന തരത്തിൽ കാട്ടുപന്നികളുടെ ശല്യം വളരെ രൂക്ഷമായ ഒരു അവസരത്തിൽ കർഷകരെല്ലാം ഗ്രാമസഭകളിലൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുന്ന സമയത്താണ് നമ്മുടെ സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെ മുഴുവൻ ഈ റേഞ്ച് ലൈഫ് വാർഡന്മാരാക്കി ഉയർത്തുന്ന ഒരു ഉത്തരവിറക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിടാനുള്ള അധികാരം പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് വളരെ കൃത്യതയോടുകൂടി തന്നെ ഇതിനകം 153 പന്നികളെയാണ് വെടിവെച്ച് കൊന്നു കുഴിച്ച് ഇടുന്ന ആ പ്രവൃത്തി ഏറ്റെടുത്തത്. ഇളവള്ളി പഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ കാട്ടുപന്നികളുടെ ആക്രമണം മൂലം നിരവധി കർഷകരുടെ കൃഷി നശിച്ചിരുന്നു. തുടർച്ചയായി കൃഷിനാശം സംഭവിച്ചതിനെ തുടർന്ന് പ്രത്യേക അനുമതി തേടിയാണ് കാട്ടുപന്നികളെ വകവരുത്തിയത്. ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം തടയാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കൊടകര ഏരിയ വനിതാ കൺവെൻഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. നെല്ലായിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷ ശ്യാം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മമ്മിയൂർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുത്തൻപള്ളി NSS കരയോഗ മന്ദിരത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് P. രമേശ് അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ BP ഗംഗാധരൻ ക്ലാസ് എടുത്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, PS വിശ്വനാഥൻ, R. വേണുഗോപാൽ, OK നാരായണൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പാട് മഠത്തുംപടി ശ്രീ വനശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും കലശാഭിഷേകവും ഭക്തിസാന്ദ്രമായി. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറെ മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി പുന്നപ്പള്ളിമന രവി തിരുമേനിയും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. എഴുന്നള്ളിപ്പിൽ കൊമ്പൻ അച്യുതൻകുട്ടി ഭഗവാന്റെ തിടമ്പേറ്റി. തൃപ്രയാർ അനിയന്മാരുടെ മേളം അകമ്പടിയായി. പ്രസാദ് വോട്ടും ഉണ്ടായിരുന്നു. മൂന്നുമുറി ഫ്രണ്ട്സ് ഓഫ് ദ ബാപ്റ്റിസ്റ്റ് ഗ്രൂപ്പും പ്രവാസി കൂട്ടായ്മയും യുവജനങ്ങളും ചേർന്ന് സംഘടിപ്പിക്കുന്ന മൂന്നുമുറി അമ്പുഫെസ്റ്റ് 2026 പ്രഖ്യാപനവും ലോഗോ പ്രകാശനവും കോടാലിയിൽ സംഘടിപ്പിച്ചു. മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ലോഗോ പ്രകാശനം നിർവഹിച്ചു. വിൽസൺ മാമ്പ്രക്കാരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KT ഹിതേഷ്, പിന്നണി ഗായകൻ ഡെൻസൺ കലാഭവൻ, നൈജു ആൻഡോ, വാസുപുരത്തുകാരൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോടാലി യൂണിറ്റ് പ്രസിഡന്റ് PG രഞ്ജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മികച്ച 3ാമത്തെ പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ മട്ടത്തൂർ പഞ്ചായത്തിന് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഉഷ വാണി, 58ാം വയസ്സിൽ LLB ബിരുദം നേടിയ മിനി ഡേവിസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഴയന്നൂർ വടക്കേത്തറ കിഴക്കേ മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാ മഹോത്സവം സമാപിച്ചു. മാരിയമ്മയുടെയും ഉച്ചി മഹാകാളിയുടെയും കരകങ്ങൾ മഞ്ഞൾ നീരാട്ടോടെ ഗായത്രിപ്പുഴയിൽ നിമജ്ജനം ചെയ്തതോടെയാണ് മാരിയമ്മൻ പൂജാ ഉത്സവത്തിന് സമാപനമായത്. ക്ഷേത്രം പൂജാരി അളഗിരി ചന്ദ്രൻ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അണ്ടത്തോട് പ്രവാസി അസോസിയേഷൻ ഖത്തർ കൂട്ടായ്മ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഇഫ്താർ സംഗമത്തിലെ ദോഹയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള അണ്ടത്തോട് നിവാസികൾ പങ്കെടുത്തു.
തൃശൂർ സിറ്റി പോലീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കും കുടുംബാംഗങ്ങൾക്കുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കമ്മീഷണർ ആർ ഇളങ്കോ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം PN ഇന്ദു അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബിജി പ്രവീൺ, പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KC ബൈജു, KPA തൃശൂർ സിറ്റി പ്രസിഡന്റ് KC ഗിരീഷ്, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ML ധനലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8000 രൂപ, പവന് 64000 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3402 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. പെരിഞ്ഞനം കുറ്റംകുളത്ത് ഉത്സവത്തിന് കൊണ്ടുവന്ന ആനയടഞ്ഞു. കൊമ്പൻ മാറാടി ശ്രീ അയ്യപ്പനാണ് അടഞ്ഞത്. ആളപായമില്ല. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനമെന്ന് ആക്ഷേപം. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഘടകക്കാരനായി നിയമിച്ച യുവാവിനെ ജോലിയിൽ നിന്ന് മാറ്റി. കൊടുങ്ങല്ലൂരിൽ നഗരമധ്യത്തിലെ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരന് നേരെ യുവാവിന്റെ ആക്രമണം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്നു. PM കിസാൻ യോജന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത നിരവധി പേരുടെ പണം നഷ്ടപ്പെട്ടതായി പരാതി. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറും. ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടുവാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. ആറാട്ടുപുഴ പൂരം പന്തലുകളുടെ കാൽനാട്ടൽ നടന്നു. ഏപ്രിൽ 9-നാണ് ആറാട്ടുപുഴ പൂരം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.